Hi guys, this is Pushpa Kumari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar Class. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലേൺ 2 ന്യൂ വേർഡ്സ് ആൻഡ് 6 sentences every day. നിങ്ങൾ എന്നും പുതിയ 2 വേർഡുകളും അതോടൊപ്പം തന്നെ 6 സെൻറ്റൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സെൻറ്റൻസുകൾ പഠിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വേർഡ് വെറ്റ്. വെറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്താ, വെറ്റിനറി ഡോക്ടറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, മൃഗ ഡോക്ടർ, അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. വെറ്റിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്. ഇതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. VET വെറ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പം വെറ്റ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് എന്തായിരിക്കും മനസ്സിൽ വരുന്നത്? മൃഗ ഡോക്ടർ എന്നാണ്, വെറ്റിനറി സർജൻ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അതോടൊപ്പം തന്നെ വെറ്റിന് വേറൊരു മീനിങ് കൂടെയുണ്ട്. അതായത് പരിശോധന നടത്തുക എന്നുള്ള രീതിയിൽ, സൂക്ഷ്മ പരിശോധന നടത്തുക, ആ രീതിയിൽ വെറ്റിന് മീനിങ് ഉണ്ട്. പിന്നെ ലേഖനം, കയ്യെഴുത്ത് പ്രതി മുതലായവ, പിന്നെ കർശനമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രസിദ്ധീകരണക്ഷമമാക്കുക, രോഗപരിശോധന നടത്തുക, ഇതൊക്കെ വെറ്റിൻ്റെ മീനിങ് ആണ്. ഇനി ഈ വെറ്റിൻ്റെ ഈ മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. വെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മീനിങ് വെറ്റിനറി ഡോക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട സെൻറ്റൻസിനെ നമുക്ക് നോക്കാം. ദ ഡോഗ് ഇഞ്ചുവേർഡ് ഹിസ് ലെഗ്, സോ ഐ ടുക്ക് ഹിം ടു ദ വെറ്റ്. അപ്പം ഇവിടെ ദ ഡോഗ് ഇഞ്ചുവേർഡ് ഹിസ് ലെഗ്, സോ ഐ ടുക്ക് ഹിം ടു ദ വെറ്റ്. വി ഹാവ് ടു ടേക്ക് ദ ഡോഗ് ടു ദ ലോക്കൽ വെറ്റ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പം ഇവിടുത്തെ വെറ്റ് എന്ന് പറഞ്ഞ മീനിങ് ഇവിടെ മൃഗ ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി വെറ്റിന് വേറൊരു മീനിങ് കൂടെയുണ്ട്. ടു എക്സാമിൻ, ഇൻവെസ്റ്റിഗേറ്റ് or evaluate in a thorough or expert way, അതിന് വെറ്റ് എന്ന് പറയും. The bank carefully vets everyone who applies for an account. ഇവിടുത്തെ വെറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് എക്സാമിൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് അല്ലെങ്കിൽ ഇവാലുവേറ്റ്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വെറ്റ് എന്ന് പറയുന്നത്. The bank carefully vets everyone who applies for an account. ഇനിയും മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ടു എക്സാമിൻ, ഇൻവെസ്റ്റിഗേറ്റ് ഓർ ഇവാലുവേറ്റ് എന്ന രീതിയിൽ വെറ്റിന് മീനിങ് വരുന്നത് ഏത് സെൻറ്റൻസിലാണെന്ന് നോക്കാം. ബിഫോർ വി സൈൻ ദ കോൺട്രാക്ട് അവർ ലോയർ വെറ്റഡ് ഇറ്റ്, പരിശോധിച്ചു. ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ്, കരാറിൽ ഒപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ അഭിഭാഷകൻ അല്ലെങ്കിൽ ലോയർ അത് പരിശോധിച്ചു. വെറ്റഡ് ഇറ്റ്. അപ്പോൾ ഇവിടുത്തെ വെറ്റഡ് എന്നുള്ളത് പരിശോധിച്ചു എന്നുള്ളതാണ്. ഇഫ് സംതിങ് ഈസ് വെറ്റഡ്, ഇറ്റ് ഈസ് ചെക്ക്ഡ് കെയർഫുള്ളി ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു പീപ്പിൾ ഇൻ അതോറിറ്റി. എന്തെങ്കിലും വെറ്റഡ്, സംതിങ് ഈസ് വെറ്റഡ്, ഇവിടെ ചുമ്മാ അല്ല പറഞ്ഞിരിക്കുന്നത്, ചെക്ക് ചെയ്തു എന്നുള്ളത്. ഇറ്റ് ഈസ് ചെക്ക്ഡ് കെയർഫുള്ളി ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു പീപ്പിൾ ഇൻ അതോറിറ്റി. All objects are vetted by a distinguished panel of experts. അപ്പം ഇവിടെ ചുമ്മാ ഒരു ചെക്കിങ് അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അവിടെ ഒരു എക്സ്പേർട്ടിൻ്റെ കൈയുണ്ട്. അപ്പം ആ ഒരു ചെക്കിങ്ങിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്, അത് അത്ര നല്ല രീതിയിലാണ് എക്സാമിൻ ചെയ്തിരിക്കുന്നത്. He had not been allowed to read any book until his mother had vetted it. An expert vetted the manuscript before publication. ചെക്ക് ചെയ്യണം അല്ലേ, നല്ലൊരു തറോ ചെക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആ വെറ്റ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം വെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ചെക്കിങ്, എക്സാമിൻ, ഇൻവെസ്റ്റിഗേറ്റ്, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇഫ് സമ്മൺ ഈസ് വെറ്റഡ്, they are investigated fully before being given a particular job or position, especially one which involves military or political secrets.
അപ്പം അവരെ നമ്മൾ ഇങ്ങനെ പറയാം സമ്മൺ ഈസ് വെറ്റഡ് ചുമ്മാ ഉള്ള ഒരു എക്സാമിനല്ല, അവർക്കൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോബ് അവരെ ഏൽപ്പിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ സമ്മൺ ഈസ് വെറ്റഡ് എന്നുള്ള രീതിയിൽ ആ വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് വെറ്റിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. വെറ്റിനറി ഡോക്ടർ എന്നുള്ളതുണ്ട്. വെറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് ഒരു ചെക്കിങ് അല്ലെങ്കിൽ എക്സാമിൻ, ഇൻവെസ്റ്റിഗേറ്റ് അങ്ങനെയൊക്കെ മീനിങ് ഉണ്ട്. വെറ്റിന് വേറൊരു മീനിങ് കൂടെയുണ്ട്. എ വെറ്റ് ഈസ് സമ്മൺ ഹൂ ഹാസ് സെർവ്ഡ് ഇൻ ദ ആംഡ് ഫോഴ്സസ് ഓഫ് ദെയർ കൺട്രി എസ്പെഷ്യലി ഡ്യൂറിങ് എ വാർ. ആ രീതിയിലും വെറ്റ് യൂസ് ചെയ്യാറുണ്ട്. ദ ഷെൽട്ടർ വിൽ സെർവ് ക്രിസ്മസ് ഡിന്നർ ഫോർ 200 വെറ്റ്സ്. അപ്പം വെറ്റ് എന്നുള്ളതിന് ഒരു മീനിങ് കൂടെയുണ്ട്. എ വെറ്റ് ഈസ് സമ്മൺ ഹൂ ഹാസ് സെർവ്ഡ് ഇൻ ദ ആംഡ് ഫോഴ്സസ് ഓഫ് ദെയർ കൺട്രി എസ്പെഷ്യലി ഡ്യൂറിങ് എ വാർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത വേർഡ് പെർസെപ്ഷൻ ആണ്. ഇന്ദ്രിയ ജ്ഞാനം, അവബോധം, കാഴ്ച. ചുമ്മായുള്ള കാഴ്ചയല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ അതിനകത്ത് ഉൾക്കൊണ്ടുള്ള ഒരു കാഴ്ചയാണ്. ഉപലബ്ധി, ഗ്രഹണശക്തി, ധാരണ, ഫലം, അതായത് അണ്ടർസ്റ്റാൻഡിങ്, ഇന്റലിജൻസ്, ഒബ്സർവേഷൻ, ഡിസ്ക്രിമിനേഷൻ, the ability to see, hear or become aware of something through the senses. Perception is the sensory experience of the world. Some of the main types of perception include vision, touch, sound, taste and smell. അത് നിങ്ങൾക്കറിയാമല്ലേ, നമ്മുടെ ഇന്ദ്രിയ ജ്ഞാനങ്ങൾ അതൊക്കെ തന്നെയാണ്. കാണുക, ടച്ചിലൂടെയുള്ളത്, സൗണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. The way in which something is regarded, understood or interpreted, ഇതൊക്കെ പെർസെപ്ഷൻ എന്ന മീനിങ് ആണ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. പെർസെപ്ഷന് നമുക്ക് എ ബിലീഫ് എന്നുള്ള രീതിയിൽ അർത്ഥമാക്കാം, or opinion often held by many people and based on how things seem. There is a general perception that exams are becoming easier to pass. അത് ശരിയാണല്ലേ. ഇപ്പോഴത്തെ ജനങ്ങളിൽ ഒരു പൊതുവായ ഒരു ധാരണ, ഒരു അഭിപ്രായം ഉണ്ട്, ഇപ്പോൾ എക്സാം പാസ്സാക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന്. There is a general perception that exams are becoming easier to pass. It is my perception that his argument was fundamentally flawed. We need to change people's perception of the military. Each generation has a different perception. എല്ലാ ജനറേഷനും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലെ, വ്യൂ, ഐഡിയ ഉണ്ട്, ഓർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് പെർസെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. The way that someone thinks and feels about a company, product, services, etc. A strong brand has a big impact on product perception. നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഒരു ധാരണ, ഒരു ഫീൽസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. ബ്രാൻഡ് അതൊരു മെയിൻ ഘടകമാണ് അല്ലേ. നമ്മൾ ചില ബ്രാൻഡുകളിൽ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കും, അത് തന്നെ വേണം എന്നുള്ളത്. ദ വേ യു തിങ്ക് അബൌട്ട് ഓർ അണ്ടർസ്റ്റാൻഡ് സമ്മൺ ഓർ സംതിങ്, അവിടെ നമ്മൾ ആ പെർസെപ്ഷൻ വേർഡ് യൂസ് ചെയ്തിരിക്കുകയാണ്. അവയർനെസ് ഓർ കോൺഷ്യസ്നെസ്, വ്യൂ, അതൊക്കെ നമുക്ക് പെർസെപ്ഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അഡ്വർടൈസിങ് അഫക്ട്സ് ദ കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്. അഡ്വർടൈസിങ് affects the customer's perception of a product. കസ്റ്റമേഴ്സിന് കോൺഷ്യസ്നെസ്, അതായത് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള കോൺഷ്യസ്നെസ്, വ്യൂ, അത് അഡ്വർടൈസിങ് കൊണ്ട് വളരെയധികം മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് ചില സമയത്ത് ഇപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് അറിവ് തന്നെ ഉണ്ടാകത്തില്ല എന്നുള്ളതായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഡ്വർടൈസിങ് അഫക്ട്സ് ദ കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ, അവരുടെ അവയർനെസ്, കസ്റ്റമേഴ്സ് കോൺഷ്യസ്നെസ്, അവരുടെ വ്യൂ, കസ്റ്റമേഴ്സ് വ്യൂ, അതിന് നമ്മൾ ഒറ്റ ഇതായിട്ട് കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ
of a product. Advertising affects the customer's perception of a product. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.